അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായോ, ഓമക്കായാണ് കേട്ടോ, നമ്മുടെ പപ്പായ. ഓമക്കായ അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. സാമ്പാർ കഷ്ണം മേടിച്ചതിൽ നമ്മുടെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പയർ, കൊത്തമര, ബീൻസ്, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ചേന, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ നീളനെ അരിഞ്ഞിട്ട് ഒരു അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിയൽ നുറുക്കിയപ്പോൾ ഇത്തിരി കുറവ് തോന്നി പച്ചക്കറി. അപ്പോൾ ഞാൻ അനീഷിനോട് ഒരു ഓമക്കായ എവിടുന്നെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചേരുമോ ചോദിച്ചപ്പോൾ അവൻ അപ്പത്തിന് ഓമക്കായൊക്കെ സംഘടിപ്പിച്ച് തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് അതും കൂടി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിയലിൽ. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും അവിയലിൽ ഓമക്കായ ഇടാറുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വാഴാനിയിൽ മൂത്തുമൊക്കെ ഇങ്ങനെ ചീന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓമക്കായും ചേമ്പിൻ്റെ പട്ടയൊക്കെ ഒരു കഷ്ണമൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് ഞാൻ പച്ചമുളക് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3-4 പച്ചമുളക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ഒന്ന് തളിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ. കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ ഒരു വിസിൽ വരുത്തണ്ട. വിസിൽ വരാറാകുമ്പോഴുള്ള ആ സൗണ്ട് ഉണ്ടല്ലോ, ഷേ എന്നുള്ള സൗണ്ട് വരുമ്പോൾ ഓഫ് ചെയ്തിടാം കേട്ടോ. പിന്നെ എനിക്ക് പേടിയായി, ഇനി കഷ്ണമൊക്കെ വെന്തളിയോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എയർ കളഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ വെച്ചില്ല, കുറച്ച് എയർ കളഞ്ഞു. നിന്നിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. ബീൻസ് മാത്രം ഇത്തിരി വേവ് കുറവുണ്ടായിരുന്നു, ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് വെന്തു കേട്ടോ. അപ്പം നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ, പിന്നെ 2-3 ചുള ഉള്ളി ഇട്ടാൽ നമ്മുടെ സാധാ ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. നമ്മൾ നന്നായി അരയ്ക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. അപ്പോൾ എല്ലാവർക്കും അവിയൽ വെക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഇതുവരെ നമ്മുടെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല എങ്ങനെ വെക്കാമെന്ന്. നമ്മളെപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ. അവിയലൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. എൻ്റെ മക്കൾ അവിയൽ എന്നാണ് പറയുക, അവിയൽ എന്ന് പറയില്ല, അവിയൽ എന്ന് പറയുള്ളൂ. ഇഷമോളും ആച്ചോട്ടിനും കേട്ടോ. അപ്പം നമ്മളിതാ കുക്കർ തുറന്നിട്ട് നമ്മളതിനൊരു ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആവിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഒരുപോലെ വേവും. പക്ഷേ നമ്മൾ വേഗം ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു എന്നുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് പച്ചക്കറികൾ കൊണ്ട് തന്നെ ഒന്ന് മൂടി ഒതുക്കിയിട്ടിട്ട് നമുക്കതിൻ്റെ മേലെ പുളിക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക, തൈര് ഒഴിച്ചു കൊടുക്കാം. ചിലർ മാങ്ങ ഇട്ട് വെക്കും കേട്ടോ അവിയൽ. പുളിക്ക് അനുസരിച്ച് മാങ്ങ ഇടും. അപ്പോൾ ഈ പച്ചക്കറി വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാങ്ങ ഇട്ടിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. വീഡിയോയിൽ തന്നെ കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നത്. എനിക്കെന്തായാലും തൈര് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴമ്പനായിട്ടുള്ള അവിയലാട്ടോ ഇഷ്ടം. അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെ കുഴമ്പനായിട്ടിരിക്കുന്ന അവിയലാണ് ഇഷ്ടം. വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുക അങ്ങനെയാണ്, അങ്ങനെ കഴിച്ചിട്ട് ശീലിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ അവിയൽ ഇഷ്ടം. അമ്മ പൂരൊക്കെ ആയി കഴിഞ്ഞതുപോലെ അവിയൽ ഇങ്ങനെ കുഴമ്പനായിട്ട് ഇത്തിരി ചാറോട് കൂടിയിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് വേറൊരു കറിയും വേണ്ട ചോറുണ്ണാൻ വേണ്ടിയിട്ട്, അത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഞാനും അതുപോലെ ഒന്നൊരു കുഴമ്പനാക്കിയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇഷമോൾക്കും ആച്ചുട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇനിയും ഉണ്ടാക്കി തരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വടക്കാഞ്ചേരിക്ക് ഇനി പച്ചക്കറി മേടിച്ചിട്ട് വരുമ്പോൾ വടക്കാഞ്ചേരി പോകുമ്പോൾ പച്ചക്കറി മേടിച്ചിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കാട്ടോ. അപ്പോൾ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു മാങ്ങ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ മാങ്ങയും തേങ്ങയും പിന്നെ വറ്റൽമുളക് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വെറുതെ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തു, എണ്ണ ഒഴിക്കാണ്ട് കേട്ടോ. ഒന്ന് വറുത്തെടുത്തിട്ട് അതും കൂടി ഒരു ചമ്മന്തി ആക്കിയിട്ട് ഉരുളയാക്കിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങൾ ഇതാണ്. ഇത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് വെള്ളപ്പമായിരുന്നു ഉണ്ടാക്കിയത്. വെള്ളപ്പം ഞാൻ പറയാറില്ലേ, നമ്മൾ തലേ ദിവസം അരിയും പിന്നെ ചോറും തേങ്ങയും ഈസ്റ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് രാവിലേക്ക് വെള്ളപ്പം ഉണ്ടാക്കാറ്. ആ വെള്ളപ്പാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി വെള്ളപ്പത്തിന് അരിഞ്ഞാട്ടപ്പോൾ കുഞ്ഞു കടല വെള്ളത്തിലിട്ടുട്ടാ കടലക്കറി മതി പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് കടലക്കറിയും വെള്ളപ്പമായിരുന്നു നമുക്ക് ചായക്ക് കടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ മദ്രസയിൽ വിട്ട് വന്നിട്ടാണ് ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. അവർ വന്നതിന് ശേഷമാട്ടോ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. മുന്നേ കറി ഉണ്ടാക്കി വെച്ചു. എന്താ വെച്ചാൽ വെള്ളപ്പം ചൂട്ടോട് കൂടിയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ വന്നതിന് ശേഷമാണ് വെള്ളപ്പം ഉണ്ടാക്കിയത്. കറി മുന്നേ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ കടലക്കറിയും വെള്ളപ്പവും നല്ല കോമ്പിനേഷൻ കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മിക്ക ദിവസങ്ങളിലും ചട്നി തന്നെ ഉണ്ടാക്കാറ്. ഇപ്പോൾ കുഞ്ഞു പറഞ്ഞ കാരണം വെള്ളത്തിലിട്ട കാരണം കേട്ടോ ഞാൻ കടലക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ വെള്ളപ്പമൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്ഷരങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട് സംസാരിക്കുമ്പോൾ, എന്താണെന്നറിയില്ല. അങ്ങനെ ദാ ഈശമോള് ഷാൾ വെച്ച് മൂടിയിട്ടിരിക്കുക കേട്ടോ, മേലൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ നമ്മൾ പിള്ളേരനൊക്കെ സ്കൂളിലേക്ക് വിട്ടു. കുഞ്ഞു പോയിട്ടില്ല. അവിടെ ഊത്രാളിക്കാവ് പൂരമായതുകൊണ്ട് ഇന്ന് കുട്ടികളൊന്നും, ഇന്നലെ ആയിരുന്നു പൂരം,
പക്ഷെ ഇന്ന് ആരും വരില്ല പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കുറവായിരിക്കും പറഞ്ഞിട്ട് അവൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചൂടപ്പൊടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കുഞ്ഞും കൂടിയിട്ട് അതിരുന്ന് നന്നാക്കട്ടെ. അപ്പം ഇന്ന് കറി ഞാൻ വെക്കുമ്പച്ചേ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം മീൻ നന്നാക്കാനൊക്കെ കൂടി ആശ. മീൻ ചൂടപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം നന്നാക്കി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനും കൂടി ഇരുന്നപ്പോൾ പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് നന്നാക്കി തന്നു. പിന്നെ അവൻ തക്കാളിയും സബോളൊക്കെ ഞാൻ അരിയാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ്റെ വകയാണ് പാചകം. അപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടാണ് ഞാൻ മീൻ നന്നാക്കാതിരുന്നത്. പക്ഷെ ചോറിന് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുവിനോടൊന്ന് അരി കഴുകി വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരി എടുത്തിട്ട് കഴുകുകയാണ് കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം വെള്ളരി കിട്ടിയോണ്ട് ഞാൻ ഉമ്മാടേക്ക് ഒന്ന് കുറച്ച് കുത്തരി മേടിച്ച് കൊടുത്തിട്ട് അതുകൊണ്ടാട്ടോ ചോറ് വയ്ക്കുന്നത്. എനിക്ക് വെള്ളരി ഇഷ്ടപ്പെടുന്നത്, ചോറ് തിന്നാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവ അരിയൊക്കെ കഴുകുന്നുണ്ട്. 2, 3, 4 വട്ടമൊക്കെ കഴുകി അരിയൊക്കെ അടിപൊളിയാക്കി കഴുകിയിട്ട് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തിന് എൻ്റെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആൾ എൻ്റെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ മേടിച്ചിട്ട് തക്കാളിയും സബോളയും ഒക്കെ കട്ട് ചെയ്ത് തന്നു കേട്ടോ. വേഗം വേഗം കട്ട് ചെയ്യട്ടെ, ഞാൻ മൊബൈലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ വേഗം കട്ട് ചെയ്യണത്, അങ്ങനെ കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷേ സ്പീഡാക്കിയപ്പോൾ ഇത്തിരി സ്പീഡായി എന്ന് മാത്രം കേട്ടോ. അപ്പോൾ രാവിലത്തെ വെള്ളപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അതിൽ 2, 3, 4 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്ക് 4 മണിക്ക് ഒരു എന്താ പറയുക കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കുകയാണ് കേട്ടോ. ഇനി നമുക്കത് ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു കിണ്ണം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മേലെ ഇരുന്നിട്ട് ആയിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അതിൻ്റെ മേലെ ഒരു കിണ്ണത്തിൽ എണ്ണ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ മേലെ ഇത് കോരി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആവി കയറിയിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ട് ആയിക്കോളൂ കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ 4 മണിക്ക് ഇവർക്ക് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ചായക്കുള്ള കടിയായി. അപ്പോൾ എളുപ്പപ്പണിയായല്ലോ. അപ്പോൾ കുഞ്ഞുതാ ഉള്ളിയൊക്കെ നന്നായിട്ട് അരിയുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി പച്ചമുളക് ഇല്ല. അപ്പോൾ ഞാൻ അവനിനി പച്ചമുളക് മേടിക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞപ്പോൾ പച്ചമുളക് മേടിച്ചിട്ട് വായോ, എന്നിട്ട് ഞാൻ നന്നാക്കാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കുന്നില്ല. ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ പോയിക്കോളാം പച്ചമുളക് മേടിക്കാമെന്ന് പറഞ്ഞു. മൂപ്പർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പാചകം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ വരുമ്പോഴേക്കും ഉമ്മച്ചി ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പച്ചമുളക് മേടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് മേടിക്കാൻ കടയിൽ പോകും കേട്ടോ. സനേട്ടൻ്റെ കടയ്ക്കാണ് പോകുന്നത്. പച്ചമുളകില്ല, ചമ്മിട്ട പച്ചമുളകില്ല അത്രേ. വീട്ടിൽ തന്നെ പോകണേ. മാ പച്ചമുളകില്ല, ഇല്ല. പോയിട്ട് അവിടെ മേടിച്ചിട്ട് നമുക്ക് അവിടുത്തെ കടയിൽ നിന്ന് പോയിട്ട് മേടിക്കാം. വാ, അങ്ങനെ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ. ഇവരുടെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്താണ് കട, ആശുപത്രി സ്കൂളിൻ്റെ. അപ്പം അങ്ങോട്ട് പോകണട്ടാ. ഗായ്സ്, പണി കിട്ടിയിട്ടാ. സൈക്കിൾ വരുന്ന വഴിക്ക് സൈക്കിളിൻ്റെ പെഡലിൻ്റെ സംഭവം അടിഞ്ഞു പോകുന്നു. നമുക്കിത് അതിൽ വെച്ചിട്ട് വേണം പോവാൻ. അത് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മളിനി ഇവിടെ അടുത്തുള്ള കടയ്ക്ക് പോകണം. അവിടെ പോയിട്ട് നമുക്കത് ഫിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി കടയ്ക്ക് പോകാൻ പറ്റില്ല. നല്ല പണി കിട്ടില്ല. ഇപ്പം ആ കയറ്റൊക്കെ പോകണമെങ്കിൽ കുറച്ചായിട്ട് പോകാണ്ട്. നമ്മുടെ കുമ്പളങ്ങാട് സെൻറ്ററിലാണ് കട ഉള്ളത്. അപ്പം അങ്ങനെ പോയിട്ട് ഈ സംഭവം വെച്ചിട്ട് പച്ചമുളക് മേടിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിൽ പോകണം. റിസ്ക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പച്ചമുളക് മേടിച്ചിട്ട് വീട്ടിൽ പോകട്ടെ. പച്ചമുളക് മേടിച്ചു, നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ അവൻ ഫോൺ എടുത്ത് പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ എന്താ വരാത്താണാവോ വിചാരിച്ചിട്ട് ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. റോട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പറയണത് സൈക്കിൾ നാശമായി, സൈക്കിളിൻ്റെ പെഡലിൻ്റെ സംഭവം അഴിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ പോയിട്ട് ശരിയാക്കി. വർക്ക്ഷോപ്പിന് ഇവിടെ അടുത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് റെഡിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പച്ചമുളകൊക്കെ മേടിച്ചിട്ട് വന്നു. ഇനി കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവന് ഉലുവ ഇട്ടു. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഇതാ സബോള ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൂട്ടാക്കണേ ഇല്ല കേട്ടോ. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇനി അത് മതി പിണങ്ങി നടക്കാൻ. ഭയങ്കര പിണക്കം കൂടുതലുള്ള ആളാട്ടോ. അപ്പം ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് സവാളൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടി. ഞാൻ അടുത്തുനിന്ന് പോട്ടെ ചോദിച്ചാൽ സമ്മതിക്കുന്നില്ല കേട്ടോ. ഉമ്മച്ചി ഇവിടെ നിൽക്കുമെന്ന് പറയണം. ഒരു പേടിയ നാശമായി കഴിഞ്ഞാൽ എൻ്റെ ചീത്ത കേൾക്കുമല്ലോ. അപ്പോൾ പോവാൻ സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ടു കേട്ടോ. അത് സവാള ഒന്ന് വാടി വന്നപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെല്ലെ ഇളക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സ്പീഡാക്കി കൊടുത്തതാണ് അവിടെ. പിന്നെ ശില്പുണ്ട് കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെ അവൾ നിൽക്കുന്നുണ്ട്.
പിന്നെ അതാ തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇടുന്ന ഭാഗം പോയിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇടുന്ന ഭാഗം കിട്ടിയിട്ടില്ല. അത് ക്യാമറ ഓഫായി പോയി, അറിഞ്ഞില്ല. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ തക്കാളിയൊക്കെ ഇതാ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ കൊളാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാകത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അത് അതിലിട്ടിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്താ പണി വെച്ചെങ്കിൽ ഇളക്കലോട് ഇളക്കില്ല. അപ്പോൾ അവൻ്റെ ഒരു മൈൻഡിൽ എന്താ ചെയ്യുന്നത്, ഇന്നത്തെ കറി അവനാണ് വെച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് നല്ല തോനെ ചോറൊക്കെ തിന്നൂട്ടോ വേണമെങ്കിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കറി ഞാനല്ലേ ഉണ്ടാക്കി എന്നുള്ളൊരു മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതാ പുളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്ത് അവന് അതിൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി തിളച്ചിട്ട് മീനിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കുഞ്ഞു ഞാൻ മീനിടുന്നു കേട്ടോ. ഒരു 16 വാരിയിട്ട് ഇടുന്നത്. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇളക്കാതെ അവിടെ വെച്ചു കേട്ടോ. ബാക്കിയുള്ള മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരുമ്മി കൂട്ടിയിട്ട് അവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കുറേ എന്താ പറയുക, ചോറുണ്ണാറാകുമ്പോഴേ ഞാൻ വറക്കുള്ളൂ കേട്ടോ. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട്, ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പൊക്കെ അവൻ്റെ ഒരു ഇഷ്ടത്തിന് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആ പാത്രത്തിലേക്ക് വാരിയിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഇരട്ടിപ്പണിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ. നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ വേഗം വേഗം ചെയ്യും. കുട്ടികളുടെ ഒരാഗ്രഹങ്ങളല്ലേ, അവരവരുടെ വീട്ടിൽ ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ള ഇതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും മിണ്ടാതിരുന്നിട്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്ലേറ്റ് കഴുകാണ്ടായിരുന്നിട്ട്. അപ്പോൾ അത് അവന് കഴുകി വയ്ക്കുകയാണ്. ഇങ്ങനെയുള്ള പണിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കണം. പക്ഷേ തീൻ്റെ അടുത്തൊന്നും കുട്ടികളെ അധികം നിർത്താതിരിക്കുക നല്ലത്. കയ്യോ കാലോ പൊള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു വിഷമാവും, അവർക്കത് വേദനയാവും. അപ്പോൾ പരമാവധി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുക കേട്ടോ നല്ലത്. അപ്പോൾ ആ കറി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കുറേ നാളായിട്ടുണ്ടായിരുന്നു മീനൊക്കെ മേടിച്ചിട്ട്. നമ്മൾ മീൻ മേടിക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മീൻ കറിയൊക്കെ ആയി. ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.